ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊരു ഫോണിൻ്റെ ലൊക്കേഷൻ എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാം. അതായത് അവരുടെ ഫോണിൻ്റെ അകത്ത് GPS ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എൻ്റെ വിൻഡോസ് 11 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് WSL വഴി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇത് ഉബുണ്ടുവിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഓൾറെഡി ഉബുണ്ടു ലോഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വേണ്ട പ്രോഗ്രാംസ് ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാണുന്ന ഈ സീക്കർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അതുകൂടാതെ ngrok എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു സപ്പോർട്ടും കൂടി നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ്, അതായത് ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൻ്റെ അകത്ത് കാണുന്ന ഈ ഒരു സംഭവമാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. sudo apt-get അൺഇൻസ്റ്റാൾ എന്നുള്ള ഈ അൺസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ എടുക്കണം. അപ്പോൾ ഈ sudo apt-get install unzip wget എന്നുള്ള wget എന്നുള്ള ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഈ wget എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇൻസ്റ്റാളും ആകും, അതുപോലെ തന്നെ അത് നമുക്ക് അൺസിപ്പും ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കമാൻഡ് റൺ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ഉബുണ്ടുവിൻ്റെ പാസ്വേഡ് ഉണ്ട്. ഞാൻ പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഇവിടെ ഓൾറെഡി അതെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. പക്ഷെ എന്നാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ wget ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഈ wget ഉപയോഗിച്ചുകൊണ്ട് ngrok എന്ന് പറയുന്ന അതിൻ്റെ ഒരു സിപ്പ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് കമാൻഡ് wget http. ഇതെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ngrok സ്റ്റേബിൾ ലിനക്സ് എന്നുള്ള ഇതിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് അൺസിപ്പ് ചെയ്താൽ മതി. ഇതാണ് കമാൻഡ് അൺസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അൺസിപ്പ് എന്നുള്ള ആ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ അൺസിപ്പ് ചെയ്യാം. കോപ്പി ആകുന്നില്ല, ഇടയ്ക്ക് അങ്ങനെ പ്രശ്നം കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ngrok അത് നമ്മുടെ LS അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണിക്കും. അവിടെ ngrok എന്ന് പറയുന്ന ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ngrokനെ ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യണം. മൂവ് ചെയ്ത് നമ്മൾ ബിന്നിൻ്റെ ഉള്ളിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ ഈ ബിന്നിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ngrok എന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ngrok റണ്ണിങ് ആണെന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ കാണിക്കും. ഇപ്പം ആദ്യത്തെ ഒരു സപ്പോർട്ടിങ് ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് ngrok എന്ന് പറയുന്ന ആ ഒരു സൈറ്റിലേക്ക് നമ്മൾ പോകണം. ഈ ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കീയും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കീ കിട്ടും. ആ ഓതൻറ്റിക്കേഷൻ കീ നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ ഈ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ നമുക്ക് കാണിച്ചു തരും. അപ്പം ജസ്റ്റ് ലോഗിൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ താഴെ കണക്ട് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ അവർ എനിക്കൊരു കീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കീ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കീ. അപ്പോൾ ഈ ഇത്രയും കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓതൻറ്റിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇതുപോലെ ngrok എന്നുള്ള ഈ ഒരു ഫയലിൻ്റെ ഉള്ളിൽ വന്നിട്ട് ngrok എന്ന് അടിക്കുക. അതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു കീ, ഈ ഒരു കീ നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കീ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഹൈഡ് ചെയ്യാതെ തന്നെ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റീകോൾ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഇതിൻ്റെ അകത്ത് കീബോർഡിൻ്റെ അകത്ത് കോപ്പിയും പേസ്റ്റും വർക്ക് ചെയ്യുന്നില്ല. മീൻസ് എന്തോ ഒരു ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ട്. നോക്കാം.
അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ടത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത്രയും സെക്ഷൻ മാത്രം മതി. ഈ കോൺഫിഗ് എന്നുള്ള ഉൾപ്പെടെ ഒന്നും വേണ്ട. ഓതൻറ്റിക്കേഷൻ ടോക്കൺ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഓതൻറ്റിക്കേഷൻ ടോക്കൺ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ngrok വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരും. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു ഉബുണ്ടുവിൻ്റെ ടെർമിനലും കൂടി എടുക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ ടെർമിനലാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗിറ്റ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗിറ്റ്ഹബിൽ നിന്ന് ഒരു പാക്കേജ് നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ട്. ഇതാണ് ആ പാക്കേജ്. ഇപ്പം ഇങ്ങനെ ആണ് വരുന്നതെങ്കിൽ നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗിറ്റ് ക്ലോൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ആണ്, കാരണം ഞാനിത് നേരത്തെ തന്നെ ക്ലോൺ ചെയ്ത് ഇവിടെ സീക്കർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സീക്കർ എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മൾ സീക്കർ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഇൻസ്റ്റാൾ sh, അതുപോലെ സീക്കർ py, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു റിക്വയർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പൈത്തൺ ആണ്. നമ്മൾ ഇവിടെ sudo apt install python 3 space python 3/pip php ഇത്രയും അടിച്ച് നമ്മൾ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. സോറി, ഒരു ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഇപ്പോൾ ആ പാക്കേജൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ പാക്കേജസും ഓൾറെഡി അവിടെ നിലവിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അത് പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ കമാൻഡാണിത്, apt install എന്നുള്ള ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈത്തൺ 3യും പൈത്തൺ 3 പിപ്പും അതുപോലെ php ഇത്രയും സെർവറുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഈ പാക്കേജസ് ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ എറർ വരുന്നത്. സോ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് പൈത്തൺ 3 സ്പേസ് seeker.py, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഫയലാണ് ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സീക്കർ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കയറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ സച്ച് ഫയലോ ഡയറക്ടറി ഇല്ല എന്ന് പറഞ്ഞു വന്നത്. നമ്മൾ സീക്കറിൻ്റെ ഉള്ളിൽ സീക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സീക്കറിൻ്റെ ഉള്ളിൽ കയറി പൈത്തൺ 3 seeker py എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഗൂഗിൾ ഡ്രൈവ്, 0 നിയർ യു, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് വരും. നമ്മൾ 1 കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു URL മീൻസ് ഇപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ അകത്ത് ഒരു ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫയലിൻ്റെ URL മതിയാവും. ഞാനിവിടെ ജസ്റ്റ് HTTP എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ google.com തന്നെ കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ പോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, PHP സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു അതിൻ്റെ അകത്ത് പോയിട്ട് ടെർമിനലിൽ പോയിട്ട് ngrok http 8080 എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെഷൻ സ്റ്റാറ്റസ് ഓൺലൈൻ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു URL കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിക്ടിമിന് അയക്കേണ്ട URL. നമുക്കിത് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ URL കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം എന്താ സംഭവിക്കാമെന്ന്. ഇപ്പോൾ ഈ ടെർമിനലിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ബ്രൗസറിൽ അതും ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത URL നമുക്ക് തുറക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗസറിൽ ആ ഒരു URL ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റിക്വസ്റ്റ് ആക്സസ്, അതുപോലെ തന്നെ ഇവിടെ ഇമേജ് ഇൻഫോ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെയും ലോഡായിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ലോഡായിട്ടുണ്ട്. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇനി ഇവിടെ റിക്വസ്റ്റ് ആക്സസ് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഫയൽ ആക്സസ് ചെയ്യാനുള്ള റിക്വസ്റ്റാണ് ഇവിടെ ശരിക്കും ചോദിക്കുന്നത്. ഇതിപ്പോൾ യൂസർ റിക്വസ്റ്റ് ആക്സസ് കൊടുക്കുന്നു, അലോ കൊടുക്കുന്നു, ലൊക്കേഷൻ ഉൾപ്പെടെയുള്ളത് അലോ കൊടുക്കുന്നു. ഇവിടെ നോക്കുക, ഇപ്പോൾ
അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രൗസർ ഏതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ള ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് വന്നേക്കുന്ന ലൊക്കേഷനാണ്. ആ ഒരു മാപ്പിൻ്റെ ലിങ്ക് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ ഇത് ആലപ്പുഴയാണ് കാണിക്കുന്നത്, കാരണം ഇതിൻ്റെ ബ്രൗസറിൻ്റെ ആ ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇതേ സംഭവം നമ്മൾ ഈ URL മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അയാളുടെ ഫോണിലൂടെ ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും കറക്റ്റ് ലൊക്കേഷൻ ആയിരിക്കും അയാളെ കാണിക്കുക. ഇപ്പം ഞാൻ അതേ URL ജസ്റ്റ് ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് അയക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ URL. ഈ URL ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്തേക്ക് അയക്കാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫോണിലേക്ക് ആ URL അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഇപ്പോൾ ഞാൻ ഫോണിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി Windows 64 ആണ് കാണിക്കുന്നത്. ഇനി ഞാനിപ്പോൾ അതാ ഇത് ഇവിടെ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഞാനിപ്പോൾ അത് ഓൾറെഡി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ അകത്ത് ആ ലിങ്ക് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇപ്പോൾ റിക്വസ്റ്റ് ആക്സസ് എന്നോട് ചോദിക്കുന്നുണ്ട് ഫോണിൽ. അപ്പോൾ ഞാനത് അലോ ചെയ്യുന്നു. ഓക്കെ, ഇതാ കണ്ടോ, ഇവിടെ എപ്പോൾ തന്നെ വന്നത് കണ്ടോ, ആൻഡ്രോയിഡ് 11 ആണ്, ലിനക്സ്, ഗൂഗിള്. അതുപോലെ തന്നെ നേരത്തെ വന്നേക്കുന്ന ലൊക്കേഷൻ അല്ല ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. 9:49 നേരത്തെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ എക്സാക്റ്റ് ലൊക്കേഷനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഈ ലൊക്കേഷൻ ഇവിടെ മാപ്പിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും, കാരണം ഫോണിൻ്റെ അകത്ത് GPS ഉണ്ട്. സോ ഇപ്പോൾ ഈ GPS-ൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഈ ലൊക്കേഷൻ ഇതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കാം, കറക്റ്റ് ആണോ നമുക്ക് അറിയണ്ടേ. എടുത്ത് നോക്കിക്കളയാം. ഇതാ Ctrl+V, കോപ്പി ചെയ്ത ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ ഈ ഒരു വിൻഡോയിൽ നിന്ന് കോപ്പി ചെയ്തേക്കുന്ന ആ ഒരു സംഭവമാണത്. ഉണ്ടോ, Ctrl+C അടിച്ചിട്ട് അത് കോപ്പി ചെയ്തപ്പോൾ ഇവിടെ വരുന്ന ലൊക്കേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒരു ലിങ്കിലൂടെ തന്നെ ആളുകൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. സോ ആരും മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതല്ല. മാത്രമല്ല ഗൂഗിളിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സേഫ്റ്റിയിൽ ഇത് ഡിസെപ്റ്റീവ് സൈറ്റ് ആണ് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് പെട്ടെന്നൊന്നും ഒരാളെ പറ്റിക്കാമെന്ന് വിചാരിച്ച് നടക്കില്ല. അറിയാവുന്ന ആളുകൾ ഒട്ടും പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഡിസെപ്റ്റീവ് സൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഓൾറെഡി അവർ അതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ngrokഉം അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരുടെ ലൊക്കേഷൻ വേണമെങ്കിലും ട്രേസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഫോണിൻ്റെ അകത്തു നിന്നുള്ള ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഉൾപ്പെടെയുള്ള, അതുപോലെ ഇതിപ്പോൾ ഏഷ്യ, ഇന്ത്യ, കേരള, പുതുക്കാട്, മലയാള ഇൻ്റർനെറ്റ്, അതായത് എൻ്റെതിപ്പോൾ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് സർവീസാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ വന്നേക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഫോണിൻ്റെ സെയിം ആണ്, വൈഫൈയിലാണ് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ കണക്ടിവിറ്റിയും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആരുടെ ഇതിലേക്ക് അയച്ചാലും അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ലിങ്കിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ ഇത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രാവശ്യം വരുന്നത്, ഇപ്പോൾ Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിങ്ക് സ്റ്റോപ്പ് ആവും, ഈ സെർവർ സ്റ്റോപ്പ് ആവും. അതിനുശേഷം പിന്നീട് വരുന്നത് പുതിയ ലിങ്ക് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ വന്നേക്കുന്ന അഡ്രസ്സ് ആയിരിക്കത്തില്ല നമുക്ക് വരുന്നത്, പുതിയ അഡ്രസ്സ് ആയിരിക്കും അവർ അസൈൻ ചെയ്ത് തരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന അഡ്രസ്സ് വേറെയാണ്, നേരത്തെ ഞാൻ അയച്ച അഡ്രസ്സ് വേറെയാണ്. ഇത് CE6 എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കുക, അഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒത്തിരി അഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു ഷോർട്ട് URL ഉപയോഗിച്ചിട്ടൊക്കെ ഇത് നമുക്ക് ഷോർട്ട് ചെയ്തിട്ടൊക്കെ അയക്കാം. ഇനി ഈ URL വർക്ക് ചെയ്യില്ല, ആ URLൻ്റെ അകത്ത് ഓൾറെഡി ആ ഒരു സംഭവം ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. സോ ആ സർവീസ് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു എറർ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുമ്പോഴേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.